ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് പൽക്കാലം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സാധിച്ചു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for being able to stand before you with the word of God. എനിക്ക് സമയം തന്നിട്ടുണ്ട്, ഞാൻ ആ സമയത്തിൽ തന്നെ ഇരിക്കും. I have been given a time limit and I will be respecting that. പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്തൃമേശ നമ്മുടെ മുമ്പിലുണ്ട്. Like the pastor said, we have the Holy Communion before us. അതിനുശേഷം നമുക്ക് വെള്ളപ്പുക കാണണം ഇന്ന്. And then we have to see the white smoke. So usually I start my message with a small story. സാധാരണ ഞാൻ എൻ്റെ മെസ്സേജസ് ഒരു ചെറിയ കഥയോട് കൂടിയാണ് തുടങ്ങുന്നത്. So this message today I am going to bring is a culmination of several incidents happened in our life. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളുടെ ഒരു അവസാനം എന്ന പോലെയാണ് ഞാനിത് പറയുന്നത്. ഞാൻ അരിസോണയിൽ ആദ്യമായിട്ട് വരുന്നത് 2007 First time I came to Arizona, it was in 2007. ഞാനും ഡെന്നിസും ഡ്രൈവ് ചെയ്തു വന്നതാണ് അന്ന്. I and Dennis were driving. I think that was in October or November 2007. I am not sure. ഒക്ടോബറിലോ നവംബറിലോ ആണ് അത് വന്നത്. Weather was very good, nice, നല്ല വെതർ ആയിരുന്നു. It was great weather. 2008 ഞാൻ തനിയെ വന്നു. 2008 I came alone. അതൊരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയായിരുന്നു. And that was for a specific reason. ജൂലൈയിലായിരുന്നു. That was in July. പക്ഷെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ. That time it was raining here. ഞാൻ ലാൻഡ് ചെയ്തു എയർപോർട്ടിൽ. ദെൻ അതിന് ഉടനെ തന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്തു. എൻ്റെ കൂടെ വന്ന് വേറെ ഫ്ലൈറ്റിൽ 3-4 പേര് വന്ന് അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. Only our flight was able to land. അതിനുശേഷം ഞാനും ഷൈനിയും കൂടെ ഒരു വട്ടം വന്നു. Then Shiny and I came here. അതൊരു സമ്മർ ടൈം ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് ഇറങ്ങി തന്നെ ഒരു ഫർണസിലോട്ട് കയറുന്ന ഒരു അനുഭൂതിയായിരുന്നു. At that time it was midsummer and it was like entering into a furnace. I don't remember what year was that. ആ വർഷം ഞാൻ ഓർക്കുന്നില്ല. Then we came in 2011. പിന്നെ 2011 ഞങ്ങൾ കടന്നു വരുവാനിടയായി. അതൊരു ഏപ്രിൽ മാസമായിരുന്നു വന്നത്. That was in April. അതൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു വരുവാനായിട്ട്. Again, there was another reason for us to visit at that time. കേലബ് ജനിക്കുവാൻ സമയമായി. That was the time Caleb was born. ഞങ്ങൾ ഏപ്രിൽ അവസാനം വന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. I think we came April end. പക്ഷെ ഞങ്ങള് കേലബ് ജനിക്കുന്നതിന് മുമ്പ് തിരിച്ചു പോവുകയും ചെയ്തു. We returned before Caleb was born. I was still thinking, എന്തുകൊണ്ട് ജനിക്കുന്നതിനും വരെ ഞങ്ങൾ നിന്നില്ല, അല്ലെങ്കിൽ ആ സമയത്തോട് അടുപ്പിച്ച് വന്നില്ലെന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. I can't figure out why we didn't arrive at the time he was being born. ആ സമയത്ത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചായിരുന്നു. Again, another thing happened at the time. അത് ഞങ്ങള് പപ്പയോടോ മമ്മിയോടോ ഡെന്നിസിനോടോ ബ്ലസ്സിയോടോ അവരാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. But we had never shared with anybody regarding that. ഷൈനി ആഞ്ചലിനുമായിട്ട് 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു. Shiny was pregnant with Angeline at the time. 3 മാസം ആയപ്പോഴത്തേന് പിന്നീട് ഞങ്ങൾ അറിഞ്ഞ കാര്യം പപ്പാജി പറഞ്ഞു കേട്ടു, ഷൈനിക്ക് എന്താ ഇച്ചിരി വണ്ണമൊക്കെ കൂടിയിരിക്കുന്ന കാര്യം എന്താ പറ്റിയെന്നൊക്കെ. That time Papaji made a comment like, Shiny is gaining some weight, what's going on? So ഇത് ഡെന്നിസിന്റെ ബ്ലസ്സിയുടെ ആദ്യത്തെ കേലബ് ആയോട് ഞങ്ങൾ അവരുടെ ബ്രേക്കപ്പ് എന്ത് പറയുന്നത്, അവരുടെ സന്തോഷം ഞങ്ങൾ എടുത്തു കളയുവാൻ ആഗ്രഹിച്ചു. We didn't want to take out Blessis and Dennis' joy of having Caleb. ഞങ്ങൾ ഒരാഴ്ച 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. We returned after a few days. ഇപ്പോഴും ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ട് കൊച്ചിനെ കണ്ടിട്ട് പോകാൻ പറ്റിയില്ല, ചിന്തിച്ചില്ല. To this day I think why I didn't wait till Caleb was born. അങ്ങനെ ഞാൻ ചിന്തിച്ചു, കാരണം 3 മാസം കഴിയുമ്പോഴേ പ്രഗ്നൻസിയുടെ ലൈക്ക് ക്രൂഷ്യൽ ടൈം ആണല്ലോ. സോ മേ ബി ദാറ്റ്സ് വൈ we didn't stay that long. ആ സമയത്ത് ഷൈനി 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ മടങ്ങിപ്പോയത്. നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം ഒരു 30,000 to 35,000 ഡിസിഷൻ ഉണ്ടാക്കാറുണ്ട്. At a day, on a given day, we make around 35,000 decisions. Some of the ചില കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്തു പോകുന്നതാണ്. A few of it is automatic, we don't think about it.
ലൈക്ക് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് കഴിക്കണം അതൊക്കെ നമ്മൾ സാധാരണ വളരെ ഗഹനമായിട്ട് ചിന്തിക്കാറൊന്നുമില്ല. We don't spend too much time on thinking what to eat and so on. ഏത് തുണി ഇടും, ഏത് മേക്കപ്പ്, ഏത് ഡ്രസ്സ് ചെയ്ത്, ഏത് മാച്ച് ചെയ്ത് ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയിക്കോളും. About our appearance or dressing or anything, we don't care too much about it. എന്നാൽ ചില ഡിസിഷൻ ഉണ്ട് നമ്മൾ അതിലെ കീൻ അറ്റൻഷൻ ആണ്, വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനം But എടുക്കത്തുള്ളൂ. some decisions, we spend so much time on it. ആ തീരുമാനങ്ങൾ പലപ്പോഴും അതിന്റെ 90% മഹാപൊട്ടത്തരമായിരിക്കും. 90% of those deep decisions will be blunder. കഴിഞ്ഞ 25 വർഷത്തെ എന്റെ തീരുമാനങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് 90% പൊട്ടത്തരങ്ങളാണ്. If I look back at the last 25 years, I know many of my decisions were blunders. പക്ഷേ അതെല്ലാം നമ്മൾ എടുത്തു. But we took it. പക്ഷേ എന്തുകൊണ്ട് അത് പറയുന്നു? നമ്മൾ ചരിത്രം പഠിക്കുന്നതാണ്, നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ ചരിത്രത്തിൽ നിന്നാണ് പഠിക്കുന്നത്. We learn our mistakes from history. അങ്ങനെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. We all are similar in the same way. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷനുകളെല്ലാം ശരിയാവണമെന്നില്ല. So all the decisions we take are not right. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എല്ലാം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തണമെന്നില്ല. All the decisions we take neither does see a fulfillment. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. So don't worry about it. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അതിനെല്ലാം കറക്റ്റ് ചെയ്ത് പുറത്തു വരുന്നത്? How do we correct and come out of those decisions? സാധാരണ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഒരു മുട്ട അടവെക്കുന്ന കോഴിയുടെ മുട്ട വിരിയാൻ വേണ്ടി സാധാരണ നോർമലായിട്ട് വിരിയാൻ വേണ്ടി 21 days വേണം. Regularly a chicken egg or a hen's egg it takes 21 days to hatch under a hen. ഞങ്ങൾ ഓരോ ദിവസം ഇത് പോയി നോക്കുമായിരുന്നു എന്തോ എവിടം വരെ ആയെന്ന് അറിയാൻ വേണ്ടി. Every day we used to go and check whether the egg was, ആ മുട്ട ഒരിക്കലും വിരിയത്തില്ല. and that egg never hatched. അതുകൊണ്ട് നമ്മൾ സാധാരണ തീരുമാനങ്ങളൊക്കെ എടുത്ത് കുറേ തീരുമാനങ്ങൾ എടുത്ത് ഏറ്റവും അവസാനം വരുമ്പം പലതും പല രീതിയിലോട്ടാണ് ഇത് പോകുന്നത്. So sometimes we make a lot of decisions and it gets so scattered. ഹല്ലേലൂയ. അങ്ങനെയുള്ള തീരുമാനം പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. But we blame ourselves for such decisions. അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ പഴിചാരാറുണ്ട്. And others also blame us for such decisions. ചിലപ്പോൾ നമ്മൾ ആ തീരുമാനം ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. And sometimes we say God, it was God's decision. പലപ്പോഴും നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുന്നപ്പോൾ എന്തുവാണെന്ന് അറിയാമോ? നമ്മളെ കൊണ്ട് പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഓക്കെ അത് ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്നത്. Many times when we are unable to make a decision, we say it was God's will. നമ്മുടെ ചിന്തയ്ക്ക് ഒരു വാക്യം വായിക്കാം. Let us read a verse for our meditation. ലൂക്കോസിന്റെ സുവിശേഷം 1:38. Luke 1:38. Yeah, 38. That's a typo, sorry. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. I am the Lord's slave, said Mary, may it be done to me according to your word. Then the angel left her. 2-3 ആഴ്ച തോമസ് പാസ്റ്റർ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ അതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നൽകി. Thomas Pastor gave a perfect background about the Lord's birth. അതിന്റെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തെ പറ്റി സംസാരിച്ചു. He also shared about the social environment of the time. രാഷ്ട്രീയ പശ്ചാത്തലത്തെ പറ്റി സംസാരിച്ചു. And the political environment. അതെല്ലാം നല്ലൊരു അടിത്തറയായിട്ട് ഞാൻ ഈ പകൽക്കാലം അതിനെ കാണുന്നു. I am looking upon all that as a good foundation. ഇത് ഇന്ന് പകൽക്കാലം മേരി തന്റെ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. I would like to share about a decision Mary took. ഇതിനെ പറ്റി പല ചിന്തകളും യുവജനങ്ങളുടെ മധ്യത്തിലുണ്ട്. The youth have many thoughts about this. ഇച്ചിരി ഫോർവേഡ് ആയിട്ട് ആർഗ്യൂ ചെയ്ത് സംസാരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്യാറുണ്ട്. Some kids, argumentative kids, even argue about it. മേരിയുടെ മുകളിൽ ഇത് ദൈവം അടിച്ചേൽപ്പിച്ച ഒരു കാര്യമല്ല. This is not something God forced upon Mary. മേരിയുടെ ചുമലിൽ ഇത് ദൈവം അടിച്ചേൽപ്പിച്ച ഒരു കാര്യമല്ല. This is not something God forced on Mary. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്? How do we understand that? ആ വാക്യം വ്യക്തമായിട്ട് വായിക്കുമ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. When we clearly learn the translation, this is how we see it. So ഗ്രീക്കിൽ ഇത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. In Greek it is written like this. Kai eipen Maria, and Mary said,
Ido, behold. So an expression of attention or submission. മേരിയുടെ ജീവിതത്തിലുള്ള ഒരു സമർപ്പണവും ആഗ്രഹവും നമ്മളിവിടെ കാണുകയാണ്. So the next one, he dule curio. ഇന്നലെ രാത്രി നമ്മൾ ഡൂലോസിനെ പറ്റി പാസ് സംസാരിച്ചു. Yesterday pastor was speaking of doulos. ഡൂലോസ് എന്താ പറയുക? ഇന്നലെ വൈകിട്ട് വന്നവര്, രാത്രി വന്നവര്. Yesterday night, those who came yesterday night. ആരും വന്നില്ല. ദാസൻ, അടിമ. പക്ഷെ ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഡൂലേ. ഡൂലേ മീൻസ് അതിന്റെ സ്ത്രീലിംഗമാണ്, ദാസി. This maid servant. ഹേ ഡൂലേ കുറിയോ. സോ അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, അതിന്റെ ട്രാൻസ്ലേഷൻ. ഗോയിറ്റോ മോയ്. ഗോയിറ്റോ മോയ് മീൻസ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ടു മീ. എനിക്കത് സംഭവിക്കുമാറാകട്ടെ. ലെറ്റ് ഇറ്റ് ബി ഡൺ ടു മീ. പക്ഷേ അതിന്റെ ഗ്രാമറിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധ്യമാണ്. അതിന്റെ മൂഡ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ മൂഡ് ഇരിക്കുന്നത് ഒപ്റ്റേറ്റീവ് മൂഡാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂഡ് ഓപ്റ്റേറ്റീവ് ആണ്. ഒപ്റ്റേറ്റീവ് മൂഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് എക്സ്പ്രസസ് ഡിസയർ ഓർ സബ്മിഷൻ. ഒന്നുകിൽ സമർപ്പണം അല്ലെങ്കിൽ ആഗ്രഹം. ഗ്രീക്ക് ഗ്രാമറിൽ പല 4-5 തരത്തിലുള്ള മൂഡുകളുണ്ട്. ഗ്രീക്കിൽ ന്യൂ ടെസ്റ്റമെന്റ് എനിവേർ. ഇവിടെ ഈ ഗ്രന്ഥകർത്ത ലൂക്കോസ് പറയാൻ ആഗ്രഹിക്കുന്നത്, here Luke want to say, he used this ഈ പ്രത്യേക വാക്ക് അവിടെ ഉപയോഗിച്ചതുണ്ട്. because he used a specific word there. ഗ്രീക്ക് എന്ന് പറയുന്നത് ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. Greek is a very rich language. ഒത്തിരി വൊക്കാബുലറീസ് ഉണ്ട്. So many vocabularies in it. ഹീബ്രു അങ്ങനല്ല. Hebrew is not like ഹീബ്രു that. വളരെ പാവപ്പെട്ട ഒരു ലാംഗ്വേജാ. Hebrew is a very primitive language. ഒത്തിരി വൊക്കാബുലറി ഇല്ല. പല ട്രാൻസ്ലേഷൻ സെയിം വാക്കുകൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. Same word may be used with different meanings. അടുത്ത വാക്യം കാറ്റാ റേമ സോ. According to your word, നിന്റെ വചനം പോലെ. kai alephen he angelos. Ho angelos. അതിനുശേഷം ദൂതൻ മറിയയെ വിട്ടു പോയി. And the angel departed. So behold, that means a deliberate, thoughtful response, not impulsive. കാൺമീൻ എന്റെ അർത്ഥം അതൊരു Servant of the Lord, complete submission of identity and will. സ്വന്തം ഹിതത്തിന്റെ പൂർണ്ണമായ സമർപ്പണത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Let it be to me according to your word. നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. Trust in God's promise, not circumstances. ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ സംഭവിക്കട്ടെ, എന്റെ സാഹചര്യം പോലെയല്ല. യേശുവിന്റെ ജനനത്തെ പറ്റി അനേക എക്സ്പെക്ടേഷൻ യഹൂദന്മാരുടെ മധ്യത്തിലുണ്ടായിരുന്നു. There were so many expectations about the birth of Messiah among Jews. അനോയിന്റഡ് ആയിട്ട് അല്ലെങ്കിൽ മശിഹ വരുന്നതിനെ പറ്റി, അഭിഷിക്തനായ മെശിഹ വരുന്നതിനെ പറ്റി, അതിനെപ്പറ്റി ഒത്തിരി പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There were many prophecies about it. ആ പ്രവചനത്തിന്റെ ഒരു പ്രോഗ്രഷൻ നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. And we can see a progression in the Bible towards the fulfillment of that prophecy. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ വിശ്വാസത്തിൽ കാണുമ്പോൾ പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. In the book of Genesis we read that the seed of the woman shall crush the head of the serpent. അത് മോശ അത് എഴുതിയത് വിശ്വാസത്തിലാണ്. Moses wrote it in faith. ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത് സംഭവിക്കുമ്പോൾ മോശ ജീവനോട് ഇരിപ്പില്ല. At the time when this happened, Moses was not alive. പക്ഷേ മോശയ്ക്ക് ദൈവം അത് കാണിച്ചു കൊടുത്തപ്പോൾ അത് വിശ്വാസത്താല് മോശ എഴുതുവാനിടയായി തീർന്നു. But when God showed Moses that, Moses wrote it in faith. അത് നമ്മൾ ചിന്തിക്കേണ്ട. ഓക്കെ, എന്നാൽ അതിന്റെ പ്രോഗ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. But we see a progression there. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, When we come to Isaiah, ഏകദേശം യേശുവിന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് ഇപ്രകാരം പറയുന്നു. Isaiah who lived 700 years before Jesus, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. a virgin shall bear a son. സ്ത്രീയുടെ സന്തതിയിൽ നിന്ന്
കന്യകയിലേക്കുള്ള ട്രാൻസിഷൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. We can see from the seed of the woman into a virgin. ഹല്ലേലൂയ. എന്നാൽ ഈ കന്യക നോക്കണം, ദൈവത്തിന്റെ വചനം നോക്കണം. ഈ കന്യക മറിയ എന്ന് എഴുതിയിട്ടില്ല. മറിയ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്ന എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. The word does not say in Isaiah that Mary shall give birth to the Messiah, but here Isaiah writes, a virgin shall give birth to Jesus. ഈ BC 700 അല്ലെങ്കിൽ 640 ഐസിയ ഇങ്ങനെ പ്രവചിക്കുമ്പോൾ മേരി ജീവിച്ചിരുന്നിട്ടില്ല. At the time Isaiah was prophesying, Mary was not alive. മേരി ഇത് ചെയ്യുമോ അത് സ്വീകരിക്കുമോ എന്ന് മേരിക്ക് അന്ന് അറിയത്തില്ല ഇതിനെ പറ്റിയൊന്നും. Nobody knows whether Mary shall accept this call or not. ഹല്ലേലൂയ. എന്നാൽ കന്യക എന്ന് പറയുമ്പോൾ ഏത് കന്യകയുമാകാം. When the word says a virgin, it could be anybody. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ പ്രോഗ്രഷൻ അടുത്ത് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുതിയ നിയമത്തിലുള്ള ഒരു ഭാഗമാണ്. And when we come to the New Testament, we see another progression of the prophecy. അത് ഞാൻ പിന്നീട് പറയാം. And we will come to that later. എന്നാൽ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 27 വാക്യങ്ങളോട്ട് വായിക്കുമ്പോൾ When we read Luke 1:27 following, 28 ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. The angel went inside and greeted her, rejoice, favored woman, the Lord is with you. 29 അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. But she was deeply troubled by this statement, wondering what kind of greeting this could be. ചിലർ പറയുന്നുണ്ട് അനേക സ്ത്രീകൾ, അന്നത്തെ സ്ത്രീകളൊക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നുണ്ടോ യേശുവിന് എന്റെ വയറ്റിൽ ജനിക്കുവാൻ വേണ്ടി. Many scholars say at that time there was a fervor among virgins that Jesus would be born to them. അതിനെപ്പറ്റി വ്യക്തമായ തെളിവുകളൊന്നുമില്ല. But we don't have any proof of അങ്ങനെ that. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മേരിയുടെ വാക്കിൽ നിന്ന് ഭയം ഉണ്ടാവുകയില്ലായിരുന്നു. If that was the case, Mary would not have been terrified. അവിടെ 30 വാക്യം പറയും, ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. And the angel says, do not be afraid, Mary, for you have found favor with God. ഇത് ദൈവം ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഏഞ്ചൽ അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതൻ വന്നു ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ പറയുകയാണ് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. When Gabriel greets Mary, he says, you have found favor with God. യേശു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, You will conceive and give birth to a son. അവന് യേശു എന്ന് പേർ വിളിക്കണം. You will call his name Jesus. അത് യെശയ്യാവ് 7:14 അവിടെ നിവൃത്തിയാവുന്നത്. Isaiah 7:14 is being fulfilled here. അവൻ വലിയവനാകും. He will be great. താഴോട്ട് പെട്ടെന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു പോകാം. അതുകൊണ്ട് അവൻ എന്നേക്കും രാജാവായിരിക്കും. So he will be king forever. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. His kingdom will have no end. കന്യക ആയിരിക്കുന്ന ഏകദേശം 13 മുതൽ 15 വയസ്സുള്ള ഒരു സഹോദരിയുടെ മുമ്പിൽ ഒരു ദൂതൻ വന്ന് നിങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അവൾ പേടിച്ചിരിക്കും. When the angel comes to a virgin who is around 13 to 15 years, she should have been terrified when she listens to this. ഓൾറെഡി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. And already she is betrothed. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അവിടെ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് വിവാഹത്തിന് തുല്യമാണ്. Betrothal means like marriage only. അതിന് ഉടനെ തന്നെ മറിയ വളരെ മറുപടി ചോദിക്കുകയാണ്. അതിന് മറിയ ദൂതനോട് So Mary is responding back to the angel. വളരെ ആക്റ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. It's a very realistic question. നോക്കണം, ഇത് അവിടെ കന്യകാത്തോട് തെളിയിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും. It also proves the virginity. How can this be since I have not been intimate with a man? അതിന് വ്യക്തമായ മറുപടി ദൂതൻ നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധപ്രദ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. So the angel gives a clear response to her that the Holy Spirit will come upon her, power of God will overshadow you, and he will be called the Son of God. ഇത് പറഞ്ഞിട്ട് ദൂതൻ പോകേണ്ടതായിരുന്നു. And angel should have departed right at this moment. പക്ഷേ ദൂതൻ മറിയയ്ക്ക് വേണ്ടുന്ന ഇനഫ് ടൈം അവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. But angel gives Mary enough time to make a decision. ഇതിനെ കണക്ട് ചെയ്യുവാൻ വേണ്ടി, ലിങ്ക് ചെയ്യുവാൻ വേണ്ടി വേറെ ഒരു സംഭവം കൂടി ദൂതൻ മറിയോട് പറയുന്നു. To connect with this, the angel also shares with Mary something more. Verse 36, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ
ഗർഭം ധരിച്ചിരിക്കുന്നു. Your relative Elizabeth in her old age has also conceived a son. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. She was called barren and she is 6 months pregnant. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. Nothing is impossible with God. സോ ഇത്രയും കാര്യം ദൂതൻ പറഞ്ഞ് ഒരു അടയാളവും മറ്റൊരു ഉദാഹരണത്തോടെ കൊടുത്തതിന് ശേഷമാണ് ദൂതൻ അവിടെ ഇത്ര കാര്യം പറയുന്നത്. The angel explains all this, gives her also a sign, and then he concludes. അതിനാണ് നമ്മൾ വായിച്ച വാക്യം നമ്മൾ അതിന് മറുപടി ഉത്തരമായിട്ട് പറയുന്നത്. Now Mary responds back to the angel. അവിടെ കൊണ്ട് മറിയ അവിടെ തന്റെ ദൗത്യം തീരുകയല്ല. See that the responsibility is over at that point. താഴോട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് സമയമിരുത്തി വായിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. If we read forward, we will see a few more things there. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. In those days Mary set out and hurried to a town in the hill country. അവിടെ ഉപയോഗിച്ച word in haste, വളരെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് എവിടെ എത്തിച്ചേർന്നു? ഈ എലിസബത്തിന്റെ വീട്ടിലെത്തുവാനിടയായി. She went to Elizabeth's house in haste. Travel distance was around 100 miles or 70 to 100 miles. 70 മുതൽ 100 മൈൽ ദൂരമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അവിടെ ആ മറിയയുടെ പേരത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഈ ദൈവത്തിന്റെ ദർശനം, ദൈവത്തിന്റെ ആലോചന കേട്ട ഉടനെ തന്നെ ഇത് മറ്റൊരു അതേ തരത്തിൽ തന്നെ തന്റേതായ രീതിയിൽ തനിക്ക് സംഭവിച്ച അതേ കാര്യം തന്റെ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് സംഭവിച്ചപ്പോൾ ആ ദർശനം പ്രാപിച്ച വ്യക്തിയുടെ അടുക്കിലേക്ക് മറിയ ഓടിപ്പോകുകയാണ്. When Mary hears that another person in her family received the same vision, she hurries to that person. 4-5 ദിവസം ഈ യാത്ര എടുക്കും. 4 to 5 days this journey will take. ഹല്ലേലൂയ. എന്നാലേ എന്ത് കാര്യമായിരുന്നോ ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ മറിയ എലിസബത്തിന്റെ വീട്ടിലെത്തുവാനിടയായി തീർന്നു. Mary reaches Elizabeth's house. അന്നത്തെ യാത്രയാണ്. അവർ കാരവനായിരിക്കും പോകുന്നത്. ഒറ്റയ്ക്ക് പോകാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒത്തിരി ട്രാവൽ റിസ്ക്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. There are so many issues for travel for a young girl at that time. ആ ചെറിയ കുട്ടി ഹല്ലേലൂയ താൻ പ്രാപിച്ച ദൈവത്തിന്റെ വാക്ക് വാസ്തവമായും വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനുപരിയായി ഹല്ലേലൂയ തന്റെ സഹോദരൻ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ സംഭവിച്ച ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആ അനുഭവം കൂടെ കാണുവാൻ വേണ്ടി നേരിട്ട് കടന്നു പോവുകയാണ്. Mary not only believes the prophecy she received, she goes to share her joy and the vision with someone in her family who already has received the similar vision. സെഖര്യാവിന്റെ വീട്ടിൽ മറിയ എത്തി. She reaches Zechariah's house. അവിടെ വന്നിട്ട് കതകിന് കൊട്ടുകയായിരിക്കാം. Maybe she was knocking at the door. എലിസബത്ത് ആയിരിക്കാം കതക് തുറന്നത്. Maybe Elizabeth opened the door. ഉടനെ തന്നെ മറിയ ഗ്രീറ്റ് ചെയ്തു. Mary greets her. Verse 41, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. When verse 41 says like that, as soon as Elizabeth heard Mary's greeting, the baby leaped inside her. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. Elizabeth was filled with the Holy Spirit and exclaimed a loud cry. Now ഇപ്പോഴാണ് അതിന്റെ രണ്ടാം ഭാഗം ഈ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ രണ്ടാം ഭാഗം കടന്നു വരുന്നത്. This is the second part of Mary's prophecy. ദൂതൻ പറഞ്ഞതിന്റെ അതിന്റെ എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ മറിയയ്ക്ക് ലഭിക്കാൻ പോവുകയാണ്. Now Mary is going to be affirmed of the prophecy what the angel shared with her. ആ വാഗ്ദത്തം മറിയ ഏറ്റെടുക്കുവാൻ പോവുകയാണ്. Mary is going to receive it in her life. ഈ പ്രവചനം കേൾക്കുക. Listen to this prophecy. എലിസബത്ത് പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. You are the most blessed of women. ഇതൊന്നും എലിസബത്ത് അറിഞ്ഞിട്ടില്ല. Elizabeth has not known anything. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എലിസബത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോൾ ഇവിടെ പ്രവചനം ആരംഭിക്കുവാനിടയായി. She is crying out this in the Holy Spirit as a prophecy because there is another person in front of her who is full of Holy Spirit. നമ്മുടെ രണ്ട് വിശ്വാസികൾ കണ്ടാൽ എന്താ പറയുന്നത്? What do we do when how do we greet when we meet another? 30-35 വർഷത്തെ മുമ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ ചെയ്ത പ്രവർത്തനവും ഞങ്ങൾ വീടുകൾ കയറി പോയതും പുതിയ പ്രവർത്തനവും ഇവിടെ രണ്ട് വിശ്വാസികളുള്ളൂ അതെല്ലാം പറയുമായിരുന്നു. 30 to 35 years back they would say, we went and visited this house, these new believers came to the church and all that. ഇപ്പോഴത്തെ കാലത്തിലുള്ള What do we do now? എൻ്റെ റീൽ കണ്ടായിരുന്നു? Have you seen my reel? എൻ്റെ ഇൻസ്റ്റ ഹാൻഡിലൊന്ന് എന്ത് പറയുന്നത് ഫോളോ ചെയ്യണേ. Please follow my Insta handle. എനിക്ക് ലൈക്ക് വേണം. Please put a like.
എനിക്ക് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. Please press the bell button. അത് കണ്ടിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. Please promote. ഹല്ലേലൂയ. ബാക്കിയുള്ള കാര്യങ്ങൾ ആത്മീയമായ ഒരു കാര്യവും പറയാറില്ല. Well, nothing spiritual we share actually. ഹല്ലേലൂയ. ആ കാലത്തിന്റെ മാറ്റമാണ് അവിടെ കാണുന്നത്. We see a change in times. അതുകൊണ്ട് എന്നിൽ നിന്നുള്ള ആ ആത്മീയ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയി. So my passion is being lost. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും. അവരിൽ നിന്ന് മിക്കവരും എല്ലാവരിൽ നിന്നും ആ ആത്മീയ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകാനിടയായി തീർന്നു. That spiritual passion or yearning is being lost these days. ഇതാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചിക്കുവാൻ തുടങ്ങി. Two people are prophesying to each other. എലിസബത്ത് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. Elizabeth is crying out, you are blessed among women. മറിയ എലിസബത്ത് പരിശുദ്ധാത്മാവ് കണ്ടു യേശു മറിയയുടെ ഉള്ളത്തിൽ കിടക്കുന്നത്. Elizabeth is seeing in the Holy Spirit that Mary is pregnant with the Son of God. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെടുന്നത്. Now your child will be blessed. അല്ലാതെ എലിസബത്ത് പറഞ്ഞില്ല, മറിയേ നീ നടന്നല്ലേ വന്നത്, അടുത്ത വട്ടം നിനക്ക് കടന്നു വരുവാൻ വേണ്ടി ഞാൻ ഫ്ലൈറ്റ് അയക്കാമെന്ന് പറഞ്ഞില്ല. Elizabeth didn't say, Mary, how hard you were walking all this way. I should send a flight മറിയേ നീ ticket. യഹൂദേശത്തിൽ ഇത്ര ഓടി വന്നില്ലേ, യഹൂദേശത്ത് നിനക്ക് നീ അങ്ങോട്ട് വരണ്ട, നിന്റെ ദേശത്ത് നിന്നെ ഞാൻ നല്ല ദേശത്ത് അയക്കാം. I can send you to another place, you know. ഇതൊന്നും പറഞ്ഞില്ല. Nothing like that. അല്ലെങ്കിൽ മറിയേ നിന്റെ ഉള്ളിലിരിക്കുന്നതിന് ഞാൻ നിന്റെ ഹസ്ബൻഡ് കാർപ്പന്റർ ആണല്ലോ, അവരെ ഞാൻ വലിയൊരു എന്താ പറയുന്ന ഒരു ബിൽഡർ ആക്കാം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. I would give more opportunities to your husband so you can bring up this child. അങ്ങനെയുള്ള പ്രവചനം ഒന്നും അല്ല പറഞ്ഞത്. That is not the prophecy there. അങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. Nothing like that is being shared there. ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് ഇവിടെ. Holy Spirit is speaking to each other from each other. പറയുകയാണ്, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് അവിടുന്ന് ഉണ്ടായി. How could this happen to me that the mother of my Lord should come to me? യേശുവാണ് മറിയയുടെ ഉള്ളത്തിൽ കിടക്കുന്നതെന്ന് പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് അറിഞ്ഞു. Elizabeth comes to know that it is Jesus in the womb of Mary. അടുത്ത വാക്ക്, നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ, when your sound of your greeting reached my ears, എന്റെ ഉള്ളത്തിൽ കിടക്കുന്ന യോഹന്നാൻ ഉണ്ടല്ലോ, the John inside my womb, ആനന്ദം കൊണ്ട് തുള്ളി. he leaped with joy inside me. ഹല്ലേലൂയ. Hallelujah. ഈ സാധനം, ഈ തുള്ളുന്ന പരിപാടി ഉണ്ടല്ലോ ഉള്ളില്, കുഞ്ഞുങ്ങൾ തുള്ളുന്ന പരിപാടി ഉണ്ടല്ലോ ഉള്ളില്. Children always ഞങ്ങൾക്ക് ചെറുപ്പമായിരുന്നപ്പോഴത്തെ അമ്മയുടെ അനിയത്തിമാരെയൊക്കെ ആ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു. ഒരു അമ്മയുടെ വീട്ടിലേക്ക് വരുമ്പം പ്രഗ്നന്റ് ആയിട്ട് വരുമ്പോൾ അവരിങ്ങനെ കൈവച്ചൊക്കെ നോക്കും. അന്നേരം ഞങ്ങളും പോയിട്ട് ഇങ്ങനെ ചെയ്യിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. We used to put our ears to. എന്നും വിശ്വസിച്ചവൾ ഭാഗ്യവതി. Oh, Elizabeth says, she who has believed is blessed because what was spoken to her by the Lord will be fulfilled. ഇതിന്റെ പിന്നിൽ വരുന്ന ഒരു കോൺസിക്വൻസും മറിയ ചിന്തിച്ചില്ല. Mary did not evaluate any consequence that would follow this prophecy. തന്റെ ജീവിതത്തിൽ കടന്നു വരാവുന്ന നിന്ന അതൊന്നും മറിയ ചിന്തിച്ചില്ല. Mary did not consider the shame she would be bearing. ദൈവത്തിൽ നിന്ന് വന്ന വാക്ക് അതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ മറിയ ഇടയായി Let it തീർന്നു. be according to your word. That's what Mary says. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ മറിയ പറയുകയാണ്, അപ്പോൾ മറിയ പറയുന്നത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. And then Mary responds, my soul proclaims the greatness of the Lord. Praise the Lord. ഒരു കുഞ്ഞു സഹോദരി, a little virgin, തന്റെ ഭവനത്തിൽ in her house, ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, when she was sitting and praying in her house, ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ, when she surrendered to the Lord, ദൈവത്തിനോട് ചോദ്യം ചോദിക്കാൻ സമർപ്പിച്ചപ്പോൾ, when she accepted without questioning God's authority, the whole history has changed. ചരിത്രം മുഴുവൻ ലോകം മാറി. The world changed. ഹല്ലേലൂയ. അവരുടെ ജീവിതം മാറി. Her life changed. ഒരു കൊച്ചു കുട്ടിയുടെ, ഒരു സഹോദരിയുടെ, ഒരു 18 വയസ്സുള്ള, 20 വയസ്സുള്ള, അല്ല 15 വയസ്സുള്ള ഒരു സഹോദരിയുടെ ജീവിതം കൊണ്ട് ഈ ലോകം മാറുവാനിടയായി തീർന്നു. Because of the submission of one young virgin, this world was changed. സുവിശേഷം മാറാൻ, സുവിശേഷത്തിന്റെ ഗതി മാറി. The gospel's message changed. ആരോട് ചോദിച്ചില്ല, മാതാവിനോട് ചോദിച്ചില്ല, പിതാവിനോട് ചോദിച്ചില്ല, സഹോദരങ്ങളോട് ആരോട് ചോദിച്ചില്ല, ദൈവത്തോട് മാത്രം ചോദിച്ചു. She did not ask her parents, she only asked the Lord. ദൈവത്തോട് തീർത്തു പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. She told the Lord, I am your maid servant, let it happen according to your word.
ഇവിടെ നോക്കണം, യോഹന്നാൻ സ്നാപകൻ വന്നത് യേശുവിന്റെ മുന്നോടിയായിട്ടാണ്. John is the one who is preceding Jesus Christ. ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങള് രണ്ട് മാതാവിന്റെ വയറ്റില് ഒരേ ഭവനത്തിൽ കഴിയുകയാണ്. See, both these babies, John the Baptist and Jesus, are in the wombs of their mother at the same house. അവിടെ കാണുന്നുണ്ട് 3 മാസം മേരി എലിസബത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. Elizabeth was in Mary's house for 3 months. ഈ 3 മാസം അവര് തമ്മിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും, ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. I believe that they were sharing with each other nicely at the time. യേശു പറഞ്ഞായിരിക്കും യോഹന്നോട് നിനക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞായിരിക്കും. You know, maybe യോഹന്നാൻ സ്നാപകന് എന്ത് സംഭവിക്കാൻ പോകുന്നതൊക്കെ, കാരണം ഇവർ തമ്മിൽ പരിശുദ്ധാത്മാവിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. they are communicating in the Holy Spirit, so they are going to share the prophecies they received. അവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. There are a few more things that we read from that passage. ദൈവത്തിന്റെ വാക്കിലുള്ള വിശ്വാസം, The faith in the word of God. ദൈവത്തിന്റെ കേട്ട ആലോചന സബ്മിറ്റ് ചെയ്യുന്ന, സമർപ്പിക്കുന്ന ഒരവസ്ഥ. A situation where you submit before the word of God. ഹല്ലേലൂയ. ഭയപ്പെടാതെ, പേടിക്കാതെ തന്റെ തീരുമാനം ദൈവത്തോട് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Without a fear or apprehension, submitting to the will of God and conveying it back to the Lord. Verse 56, മറിയ ഏകദേശം 3 മാസം പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. Mary stayed with her about 3 months and then she returned to her home. ഇപ്പോൾ 6 മാസം എലിസബത്തിന്റെ 6 മാസത്തില് മറിയ വന്നു. Mary arrived when Elizabeth was 6 months pregnant. 3 മാസം അവിടെ നിന്നു. 3 months she stayed. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പ് മറിയ എലിസബത്തിന്റെ ഭവനം വിട്ട് യോസഫിന്റെ അടുത്തേക്ക് വന്നു. Before Elizabeth gave a birth to John, she returned back to her house to Joseph. നമ്മളായാലും ചിന്തിച്ചേനെ, ഏതായാലും മാക്സിമം ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ എലിസബത്ത് പ്രസവിക്കും. We could have thought, in about a week, Elizabeth might have given birth. മേരിക്ക് ഈ കുഞ്ഞിനെ കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു. Mary should have waited and seen John and then she could have gone. പക്ഷേ എന്തുകൊണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചിന്തിച്ചു, ഒത്തിരി ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്, അപ്പോൾ തന്നെ മേരി 3 മാസം കഴിഞ്ഞു. At that time, Mary was 3 months. എന്റെ ശരീരത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. Her body is being changed. ഇനി ഒരു 5-6 ദിവസത്തെ യാത്രയുണ്ട്. Now there are 5 to 6 days of journey. ഇനി എങ്ങനെ ഞാൻ ജോസഫിനെ പോയി കാണും? How am I going to see Joseph now? ഇതായിരിക്കും മേരിയെ എത്രയും പെട്ടെന്ന് എലിസബത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുപോകാനുള്ള കാരണം. Maybe this could be the reason Mary returned back to her house. എലിസബത്തിന് ആവശ്യമുള്ള ആ സമയമെല്ലാം 3 മാസം യേശുവിനെയും ഈ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. And that time when she was with എലിസബത്തിനെയും she was able to take care of Elizabeth. ഇനി ഇപ്പോഴാണ് ക്രൂഷ്യൽ ഭാഗം കടന്നു വരുന്നത്. Now something very important comes. ഇത്ര സമയം മേരി മറ്റൊന്നും പറ്റി ചിന്തിച്ചു കാണത്തില്ലായിരുന്നു. All this time Mary might not have thought about anything. ഇനി തന്റെ മുമ്പിലുള്ള ഭാഗമാണ് മറിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. Now comes the most important part in her life. മാനുഷികമായി ഇനി എങ്ങനെ ഞാനിത് തരണം ചെയ്യും? How am I going to face this in a human way? ഞാൻ വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു യുവതിയാണ്. I am a lady who has been betrothed to a person. ഇത് ദൈവത്താൽ ഉളവായതെന്നുണ്ട് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? Who is going to believe that this pregnancy is from the Lord? തന്റെ ദാമ്പത്യ ജീവിതം ഇവിടെ കൊണ്ട് കഴിഞ്ഞു എന്ന് മേരി വിശ്വസിച്ചു. Mary might have thought my married life is over by this. ജോസഫ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ്, പ്രായമുള്ള ഒരു വ്യക്തിയാണ്. Joseph is a mature person. നല്ല ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. He's a man who can make his own decisions. ജോസഫിനോട് ഇത് പറയുമ്പോൾ തന്റെ ജീവിതത്തിലെ ഈ വീഴ്ച എങ്ങനെ അവൻ കാണും? How is Joseph going to respond to my situation right now? അതിനുള്ള മറുപടി മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. In the book of Matthew we read the answer for that. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. Chapter 1 Matthew very clearly writes about it. നോക്കണം, ഈ വസനത്തിൽ മറിയ ഇരിക്കുമ്പോൾ ഇനിയുള്ള 6 മാസം എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? Now the remaining 6 months, what is going to happen to my life? അതൊന്നും അറിയാതെ മറിയ വിഷമിച്ചിരിക്കുകയായിരുന്നു. And Mary is worried about those stuff. Matthew chapter 1 verse 18 നമുക്കറിയാവുന്ന വാക്യമാണ്. എന്നാൽ
അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധമാവന ഗർഭിണിയായി എന്ന് കണ്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. മത്തായി 1:18, the birth of Jesus Christ came about this way. After his mother Mary had been engaged to Joseph, it was discovered before they came together that she was pregnant by the Holy Spirit. So her husband Joseph, being a righteous man and not wanting to disgrace her publicly, decided to divorce her secretly. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യം, ഇതിന്റെ നിയമം ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിലുണ്ട്. Deuteronomy 22 explains the law about this. ഇവിടെ പറയുന്നു ജോസഫ് നീതിമാനാകുന്നു. Joseph is a righteous man. കാരണം എങ്ങനെയാണ് ജോസഫിനെ ദൈവം നീതിമാൻ എന്ന് വിളിക്കുന്നത്? Why is Joseph called a righteous person? ഹല്ലേലൂയ. Praise the Lord. ദൂതൻ ജോസഫിനും പ്രത്യക്ഷനായി. The angel appeared to Joseph also. കാര്യങ്ങളെല്ലാം ജോസഫിന് വ്യക്തമാക്കി കൊടുത്തു. And he explained everything to Joseph. ജോസഫിന് മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്. There are two decisions in front of Joseph. ജോസഫിന് വേണമെങ്കിൽ ഇത് അംഗീകരിക്കാം, അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യാം. He can accept this or he can reject this. ഹല്ലേലൂയ. നോക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തികൾ ദൈവം അറിയാതെ അല്ല വരുന്നത്. People who come into our life, it is not without God's knowledge they come into our life. ഏത് സാഹചര്യത്തിൽ ഏത് വ്യക്തി ജീവിതങ്ങൾ കടന്നു വന്നാലും ദൈവം അയക്കാതെ ആരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. Without God sending, nobody can come into our life, whatever circumstance. ഈ ജോസഫ് അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തി ആയിരുന്നുവെങ്കിൽ ഇത് വേറെ രീതിയിൽ സംഭവിക്കാമായിരുന്നു. If this was any other person other than Joseph, there could have been a different outcome. എന്നാൽ ഇവിടെ ജോസഫിനെ ദൈവം കണ്ടതുകൊണ്ട്, ജോസഫ് വളരെ നീതിമാനായ വ്യക്തി കൊണ്ട് അവളെ രഹസ്യമായി ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. Joseph is a person who is righteous. That's why he secretly wants to divorce her. രണ്ട് കാര്യമാണ്, പരസ്യമായി ഉപേക്ഷിക്കാം, രഹസ്യമായി ഉപേക്ഷിക്കാം. He can do this publicly or in secret. പരസ്യമായി ഉപേക്ഷിച്ചാൽ ആ തെറ്റ് ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. If it is a public denial or rejection, she could be stoned. എന്നാൽ രഹസ്യമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ തനിക്ക് മതിയായ കാരണമൊന്നും, കുറച്ച് വിറ്റ്നസ് മതി, ഇതഫായിട്ടുള്ള കാരണമൊന്നും പറയണ്ട, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട, അവളുടെ ജീവിതത്തിലുള്ള കുറവ് കൊണ്ട് അവൾ ഉപേക്ഷിക്കുന്നതായിട്ട് അവർക്ക് പറയാം. If it is a secret rejection, he can do this. He doesn't have to explain. അതുകൊണ്ട് മറിയയ്ക്ക് ഭൗതികമായ യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ജോസഫ് അങ്ങനെ തീരുമാനിച്ചത്. Joseph decided this because he didn't want to disgrace her publicly. അതിന് വേണമെങ്കിൽ മറ്റു തരത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്യൂസേഷൻ ജോസഫിന് വേണ്ടി വന്നാൽ അത് ഏറ്റെടുക്കുവാൻ വേണ്ടി ജോസഫ് തയ്യാറായിരുന്നു. Joseph is also ready to take any blame that comes against him. അതുകൊണ്ടാണ് ജോസഫ് നീതിമാൻ എന്ന് പറയപ്പെടുന്നത്. That is why Joseph is called a righteous person. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൂതൻ ജോസഫിന്റെ മുമ്പിൽ വന്നത്. When Joseph is thinking that way, the angel comes to Joseph. അവിടെ പറയുന്നുണ്ട് ഇതെല്ലാം പരിശുദ്ധാത്മാവിനാണ് സംഭവിച്ചത്. And the angel tells him this has all been by the Holy Spirit. ഹല്ലേലൂയ. അവിടെ അടുത്ത വാക്യം വായിക്കുന്നുണ്ട്, അതിന്റെ 22-ാം വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. And then the prophecy is written, see, the virgin will become pregnant and give birth to a son, and they will call him Emmanuel. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് ഈ ചരിത്രം അവസാനിക്കുകയല്ല. The history is not over with this part. ഹല്ലേലൂയ. ഈ സംഭവത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. This is just the beginning. തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്. When we think more or meditate more, we understand like this. പരിശുദ്ധാത്മാവിൽ എലിസബത്ത് പ്രവചിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ ഉള്ളിൽ കൂടി ഒരു വാൾ കിടക്കുമെന്ന് പറഞ്ഞു. When Elizabeth prophesies to Mary, she tells her, a sword will pass through your heart. ഇതെല്ലാം ഉള്ളത്തിൽ ഗ്രഹിച്ച മറിയ യേശുവിനെ വളർത്തുവാനിടയായി തീർന്നു. And Mary, who has conceived everything in her heart, she is the one who is bringing up Jesus. മറിയ നോ പറഞ്ഞായിരുന്നെങ്കിൽ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചേനെ? If Mary would have said no, what would have happened to history? മറിയക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണ്ട, അല്ല, എനിക്ക് വേണ്ട, ഇനി ഞാൻ തയ്യാറല്ല എന്ന് പറയാമായിരുന്നു. Mary has options. If Mary had said no, I don't want this, what would have happened? എന്നാൽ ദൈവം മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമായിരുന്നു. God would have had to choose another person. ഇപ്രകാരം ഒരു വാക്യം പറയാനുണ്ട്, ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാം അത്യുത്തമമാണ്,
We say like this, all God's plans are excellent. എന്നാൽ അതിന് മനുഷ്യന്റെ സഹകരണം വേണം. But he needs a cooperation of people. ഹല്ലേലൂയ. മറിയ തയ്യാറല്ലായിരുന്നെങ്കിൽ മറ്റൊരു കന്യകയിൽ ഹല്ലേലൂയ യേശു ജനിച്ചേനെ. If Mary was not ready to conceive, Jesus would have been born to another virgin. എന്നാൽ ഹല്ലേലൂയ മറിയയ്ക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങളെ മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുമായിരുന്നു. All the blessings was for Mary would have been transferred to another person. ഹല്ലേലൂയ. മേരി അതിന് തയ്യാറായിരുന്നില്ല. Mary was not ready for that. നിന്നയാണെങ്കിൽ ഞാൻ നിന്നെ സഹിച്ചുകൊള്ളാം. If it is shame, I am ready to accept it. ജോസഫ് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ അത് ഞാൻ തയ്യാറാണ്. If Joseph rejects me, I am ready with it. സമൂഹം എന്നെ പഴിചറിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അത് സ്വീകരിച്ചോളാം. If the public blames me, I am all right with it. എന്നാൽ ദൈവമേ നിന്റെ വാക്കേറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ഹല്ലേലൂയ മറിയ പറഞ്ഞപ്പോൾ But when Mary said, Lord, I am ready to receive your word, ഹല്ലേലൂയ തന്റെ മുമ്പിൽ വരുവാനുള്ള ഹല്ലേലൂയ ആ പിന്നീടുള്ള കാര്യങ്ങളൊന്നും മറിയ ചിന്തിച്ചില്ല. Mary does not consider all the outcomes that accompanies this ഇത് decision. ദൈവത്തിനുള്ള വചനമായതുകൊണ്ട് അത് ഹൃദയത്തിൽ വിശ്വസിച്ച് മറിയ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. Mary is ready to receive this as the word of God. അതുകൊണ്ട് നാം ഇന്നും പറയുന്നു ഹല്ലേലൂയ മറിയേ നീ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ്. So we even today proclaim that Mary, you are the most blessed among women. ഇന്നും ഹല്ലേലൂയ യേശുവിന്റെ അമ്മയായി മറിയ അറിയപ്പെടുന്നു. Even today, Mary is known as the mother of Jesus. ഒരു വ്യക്തി ഹല്ലേലൂയ തന്റെ ജീവിതം ത്യജിച്ചതുകൊണ്ട് അത് ലോകത്തിന് വിടുതലായി തീർന്നു. Because one lady submitted, it became a deliverance for the world. നമുക്കായി ഹല്ലേലൂയ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. A baby has been born to ഒരു us. മകൻ നൽകപ്പെട്ടിരിക്കുന്നു. A son has been given to us. അതിനൊരു പാത്രം ആവശ്യമായിരുന്നു. A vessel was needed for that. അത് മറിയ തയ്യാറായി. And Mary was ready to receive it. ഹല്ലേലൂയ. അത് മറിയയുടെ ജീവിതത്തെ ഏറ്റെടുത്തു. And she received it in her life. അതെ മറിയയുടെ ജീവിതത്തിലും ഈ ലോകത്തിന്റെ വിടുതലും കാണാമായി തീർന്നു. And that became a deliverance in Mary's life and for the world. നമ്മൾ എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനകൾ കേട്ടിട്ടുണ്ട്. How many times we have heard the word of God? എത്രയോ വട്ടം നമ്മൾ ഹല്ലേലൂയ യെസ് പറഞ്ഞിട്ടുണ്ട്. How many times we have said yes? പക്ഷെ അതൊരിക്കലും അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ ഹല്ലേലൂയ നാം ഇടയായി തീർന്നിട്ടില്ല. But did it come into the fulfillment? ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കാതെല്ലാം വന്നിട്ടുണ്ടോ ഹല്ലേലൂയ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പലതും അത് പൂർത്തീകരണത്തിൽ Sometimes we think yes, it has, but no, many times it has not. എന്താണ് അങ്ങനെ വരുവാൻ കാരണം? What is the reason for that? നമ്മൾ ആ കേട്ടെടുത്ത ആ റീമ ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് അതുപോലെ ഗ്രാസ്പ് ചെയ്യുവാൻ അതിലെപോലെ ഏറ്റെടുക്കുവാൻ നാം ഇതുവരെ തയ്യാറായിട്ടില്ല. Because we are not ready to receive like Mary the rhema from the word. നമുക്ക് ദൈവത്തോട് ഇന്ന് പകൽക്കാലം പറയാം. Let us let know God. മേരി പറഞ്ഞ പോലെ നമുക്കൊന്ന് പറയാം ഹല്ലേലൂയ. Like Mary, let's say this. എന്താണ് മേരി പറഞ്ഞത്? നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. May it be done to me according to your word. ഗനോയിറ്റോ മോയ്. Let it be happen to me. അതെനിക്ക് സംഭവിക്കട്ടെ. അതെനിക്ക് സംഭവിക്കട്ടെ. Let it happen to me. ദൈവമേ എന്തായിരുന്നാൽ നിന്റെ വായിൽ നിന്ന് വരുന്നത് Whatever comes out of your mouth, Lord. അതിന്റെ കോൺസിക്വൻസ് എന്ത് തന്നെയാകട്ടെ. Let it, whatever consequence it has. ഹല്ലേലൂയ. അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് Oh, here I am. ഹല്ലേലൂയ ലോകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതുന്ന ഒരു വ്യക്തി ജീവിതമായി Let us change the history. ഹല്ലേലൂയ മറിയെ പോലെ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മാറ്റി എഴുതാം. Let us rewrite our spiritual journey. ഗനോയിറ്റോ മോയ്. Let it be happen to me. അതെനിക്ക് സംഭവിക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കുമോ? May the Lord bless us with these words.